ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഇന്നോർത്തു ഇന്നത്തെ വീഡിയോ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തൂടെ നടക്കുവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഇങ്ങനെ സംസാരിച്ചപ്പം ഇപ്പം നമുക്കൊക്കെ എല്ലാവർക്കും പ്രായമാകുമല്ലോ. പിള്ളേരാണെങ്കിലും കണ്ടോ, മരം നല്ല ഭംഗിയില്ലേ കാണാൻ. പിള്ളേരാണെങ്കിലും വലിയവരാണെങ്കിലും എല്ലാവർക്കും ഓരോരോ സമയത്ത് അവരെല്ലാം പ്രായമാകും അല്ലേ. അപ്പം നമ്മൾ ഈ പ്രായമാകുന്നെന്നുള്ളതൊരു വലിയ മോശം കാര്യം പോലെ ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ് നമ്മൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ. കാരണം അവർക്ക് അവരുടെ ഭംഗി കുറയും അങ്ങനെയൊക്കെ ചിന്തിച്ച് അവരൊരുപാട് ഇങ്ങനെ അതിനു വേണ്ടിയുള്ള ഓരോ സൊല്യൂഷൻസ് കണ്ടുപിടിക്കലൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏജിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെ. ഞാൻ ഈ കണ്ണാടി വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ, അല്ലാതെ പറ്റത്തില്ല, വെയിലാണ്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഏജിങ് എപ്പോഴും നല്ലതല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായി അങ്ങനെ വരുമ്പോൾ അത് നല്ലതല്ലേ. അവർ വലുതായി അവരുടെ നന്മകൾ കാണാം, അല്ലെ അവർ എന്തൊക്കെ ചെയ്ത് നല്ല മിടുക്കരായിട്ട് നടക്കുന്ന കാണാനൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ. പിന്നെ ഇപ്പം നമ്മളായാലും ഏജിങ് കൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടിടാം. ഇനി ഞാൻ ചിന്തിക്കുന്ന കുറച്ച് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസുകൾ, നമ്മളിപ്പം ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസുകൾ, അത് നമുക്ക് നല്ലൊരു അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്കുള്ള അറിവുകൾ, നമുക്ക് പല കാര്യത്തെപ്പറ്റി അറിയാം, അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരുപാട് അതായത് നമ്മളെല്ലാവരും ഈ ലോകത്ത് വന്നത് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ ഈ ലോകത്താക്കി വെച്ചേക്കും. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഓരോ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് പോകുമ്പോഴത്തേന് അതും ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്. ഇപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മക്കളെനിക്കുണ്ടായി, അവരെ നമ്മൾ വളർത്തി, പല പല സാഹചര്യങ്ങളിലൂടെ അവരെ വളർത്തി, അവരൊക്കെ ഓരോ പ്രായത്തിലായിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന കാര്യം തന്നെ. അപ്പം അങ്ങനെയാണ് ഞാനിതൊക്കെ കാണുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരാളോടിപ്പം പണ്ടൊക്കെ പറയും പ്രായത്തിൻ്റെ കാര്യമൊന്നും ആരോടും ചോദിക്കല്ലേ. എന്തുകൊണ്ട് ചോദിച്ചുകൂടാ? നമുക്ക് എത്ര അല്ലെ ചോദിച്ചാൽ പറയുന്നതിനോ ചോദിക്കാതെ തന്നെ പറയുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അപ്പം നമ്മൾ അതിലൊന്നും മടിക്കേണ്ട കാര്യമില്ല. പ്രായമാകുക എന്ന് പറയുന്ന ഒരു ജസ്റ്റ് നമ്പർ, അതായത് നമ്മൾ ഓരോ വർഷവും ജീവിച്ച് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു നമ്പർ എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറവ് വന്നെന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ നമ്മുടെ സ്കിന്ന് നമ്മുടെ ബോഡി ഫുൾ ഏജ്ഡ് ആവുമല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ ഏജ്ഡ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേറെ എന്തെങ്കിലും നമ്മൾ ഇത്രയും വർഷം ഓരോന്നും ചെയ്യുമ്പം കുറച്ചൊക്കെ വേറെ വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ബോഡിയുടെ ഇതനുസരിച്ച് ആവശ്യത്തിന് നമ്മൾ ചെയ്ത് തന്നെ പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത് അതൊരു കുറവായിട്ട് ചിന്തിക്കാതെ നമ്മുടെ ലൈഫിനെ ഏറ്റവും ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ട് നടക്കുക. ഓരോ വർഷവും ഓരോ ദിവസവും നമ്മൾ ഏറ്റവും ഫുള്ളായിട്ട് തന്നെ ജീവിക്കുക. അപ്പം അതിൻ്റെ മാക്സിമം റിസൾട്ട് കിട്ടുക. എന്നിട്ട് പിന്നെ മുന്നോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലെ ആഗ്രഹങ്ങൾ, അതനുസരിച്ച് അതിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാണിക്കാൻ പറ്റില്ല, നല്ല സൗണ്ട് കേട്ടെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഏജിങ് എന്ന് പറയുന്നത്, ഇനിയും എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരും ഒരിക്കൽ പോലും ചിന്തിക്കില്ല ഏജിങ് ഒരു കുറവാണെന്നോ, അല്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നോ. അങ്ങനെയൊന്നുമില്ല. നമ്മളെ ഈ ലൈഫ് ഫുള്ളായിട്ട് ജീവിക്കുക, നമ്മൾ പേഴ്സണലി നല്ല ഹാപ്പി ആയിരിക്കുക, പറ്റുന്നിടത്തോളം മറ്റുള്ളവരും ഹാപ്പി ആയിട്ടിരിക്കത്തക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. കാരണം ഇപ്പം ചില കൊച്ചു പിള്ളേർ തന്നെ ഇപ്പോൾ ഒരു ടീനേജ് കഴിഞ്ഞു 20s എത്തപ്പോൾ അവർ ഞങ്ങൾ പ്രായമായി,
ഞങ്ങൾക്കും പ്രായമായി. കാരണം എന്തുവാ, അതൊരു എന്നാ പറയുക, അങ്ങനെ നമ്മൾ ജനറേഷൻസായിട്ട് നമ്മളങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടാണ് അവരും അങ്ങനെ പറയുന്നത്. അത് നല്ലതല്ലേ, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റുന്നുണ്ട്, ഒരു ജോലി കിട്ടുന്നു, അവർക്ക് ആ ലൈഫ് നല്ലതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നല്ല കാര്യം തന്നെ. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ലൈഫ് നല്ല ഹാപ്പി ആയിരിക്കും. അപ്പം വൺസ് അഗെയിൻ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തുനിന്നൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ. ഡെഫിനറ്റ്ലി ഞാൻ മണിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അതും തീർച്ചയായിട്ടും അതും ഒരു ആഗ്രഹം തന്നെയാണ്. കൂടാതെ എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ അതും നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ, ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച്. ബൈ.